എന്ന് സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം രാവിലെ ഉണ്ടാകും. ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. റായ്ബറേലിയിലും അമേഠിയിലും ആരൊക്കെയാണ് മത്സരിക്കുക എന്നത് സംബന്ധിച്ച് നമ്മൾ മലയാളികൾ കുറച്ചധികം കൗതുകത്തോടുകൂടി കുറച്ച് ദിവസമായി കാത്തിരിക്കുകയാണ്. പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമോ? മോദി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. ഇന്ന് 3 മണിക്കാണ് ഈ പത്രിക സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കേണ്ട അവസാനത്തെ ഒരു മണിക്കൂർ നിമിഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങളെല്ലാം നോക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് രാവിലെ തന്നെ റായ്ബറേലിയിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും വയനാടിന് ശേഷം മറ്റൊരു ഉത്തരേന്ത്യൻ സീറ്റിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള താല്പര്യമൊന്നും രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ അമേഠി അല്ലെങ്കിൽ റായ്ബറേലി സീറ്റുകളിൽ മത്സരിക്കണം BJPക്കെതിരെ എന്നുള്ളത് കോൺഗ്രസിനകത്തു നിന്നും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ മറ്റ് കോൺഗ്രസിന്റെ സഖ്യ പാർട്ടികളിൽ നിന്നും ഉയർന്നൊരു ആവശ്യമാണ്. ഈ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഏറെ വൈകിട്ട് അമേഠി അല്ലെങ്കിൽ റായ്ബറേലി സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിലേക്ക് മത്സരിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തി എന്നുള്ളൊരു സൂചനയാണ് ഇന്നും ലഭിക്കുന്നത്. എന്തായാലും ഇതുവരെ ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം കോൺഗ്രസ് പുറത്ത് വിട്ടിട്ടില്ല. ആ ഒരു സസ്പെൻസ് അവസാന മണിക്കൂർ വരെ ഒരുപക്ഷെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാലും രമേശും അടക്കം പറയുന്നു 3 മണിവരെ സമയമുണ്ട്, അതിനകം തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യം. KC വേണുഗോപാൽ ഇന്ന് റായ്ബറേലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി റായ്ബറേലി സീറ്റിൽ നിന്ന് തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.